ഗൈസ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി ഗെയിം പ്ലേ ആയിട്ടാണ് വരുന്നത്. ഫുള്ള് 4 സ്റ്റാർ ആയിട്ടുള്ള പ്ലേയിങ് ലോൺ ആയിട്ട് കളിക്കുകയാണ്. സ്ക്വാഡിലുള്ള മിക്കതും 4 സ്റ്റാർ തന്നെയാണ്, പിന്നെ 3 സ്റ്റാറും ഉണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ കളി 5 സ്റ്റാർ ആയിട്ടുള്ള കാർഡ് അല്ലെങ്കിൽ ബേസ് കാർഡ് മാത്രമേ ഇട്ട് കളിപ്പിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വെറൈറ്റി ഗെയിം പ്ലേ ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഡിവിഷൻ മാച്ച് അല്ല, ഇത് മറ്റേ ഇവന്റ് മാച്ചാണ്. ഡിവിഷൻ മാച്ച് ആണെങ്കിൽ കുറച്ചുകൂടെ പാടായിരിക്കും. ഇനി ഡിവിഷൻ മാച്ച് ഇതേപോലുള്ള സ്ക്വാഡ് ഇട്ട് കളിപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതാണ് ഒപ്പോണിന്റെ സ്ക്വാഡ് വരുന്നത്. ഒണ്ട അത്യാവശ്യം നല്ല സ്ക്വാഡ്. നമ്മളെ സ്ക്വാഡ് ബേസ് സ്ക്വാഡാണ്. 4 സ്റ്റാർ മാത്രമേ ഉള്ളൂ, 5 സ്റ്റാർ പോലും ഇല്ല. അപ്പം ഇന്നത്തെ മാച്ച് എങ്ങനെ എന്തായാലും ടഫ് മാച്ച് ആയിരിക്കും. ഗെയിം പ്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വീഗോ ഫോർലാൻ, ഒലീസെ ഒലീസെ ഒലീസ് നമ്മൾ നല്ലൊരു ഇന്റർസെപ്ഷൻ ആണ്. ആന്റണി ആന്റണി ഓക്കെ. ഫസ്റ്റ് തന്നെ നമുക്കൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗോൺസാലസ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ തന്നെ നമ്മളെ ചെക്ക അടിച്ചിട്ടുണ്ട്. ഇതൊരു 4 സ്റ്റാർ കാർഡാണ്, അപ്പം നമ്മൾ കളിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. റൈറ്റ് കാർഡ് ഒലീസെ, ഒപ്പോണിന്റെ ടച്ചാണ്. ഓ, നല്ല ഷോട്ടായിരുന്നു ഒപ്പോണിന്റെ. ഗോളി കർണിസ് സെച്ചി എന്ന് പറഞ്ഞ ഗോളിയാണ്, സേവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ ഒരു ടൂർണമെന്റ് കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്കോഡാണ്. അപ്പൊ അത് ട്രെയിൻ ആയിട്ട് കിടന്നുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടൊരു ഗെയിം പ്ലേ കളിക്കാന്ന് വെച്ച്. ഓക്കെ, ഒപ്പോണിന്റെ ഒരു അറ്റാക്ക് ആണ്. ഈ മാച്ച് എന്തായാലും നല്ല ടഫായിരിക്കും. കാരണം ഫുള്ള് സ്കോഡ് ബേസ് ചെയ്ത് തന്നെ നോക്കിയാൽ മതി. നമ്മൾ അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് കളിക്കാം. ബാള് ചുമ്മാ ഒപ്പോണിന്റെ ഇട്ട് കൊടുത്താൽ നമുക്ക് കൂടുതൽ ഗോള് വഴങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒപ്പോണിന്റെ വീണ്ടും ഒരു ഷോട്ടാണ്. ഇത് എന്തായാലും മാനത്ത് പോയി. വൻബിസാക്ക, ആന്റണി, എലീറ്റ്, ഈസോ, എലീറ്റ്. ഇതൊക്കെ പഴയ കാർഡുകളാണ്. ഈ എലീറ്റിന്റെയും സോവിന്റെയും ഒക്കെ നേരത്തെ വന്ന കാർഡാണ്. ഒപ്പോണിന്റെ ഒരു അറ്റാക്ക് ആണ്. നമ്മൾ ബാള് കാലിൽ കിട്ടിയിട്ടുണ്ട്. വൻബിസാക്ക, ആന്റണി. ഇല്ല, നല്ല ടഫാണ് മാച്ച്. കണ്ടാൽ തന്നെ അറിയാം. നമ്മള് ജസ്റ്റ് ശ്രദ്ധിച്ച് പാസ് കൊടുത്തില്ലെങ്കിൽ അപ്പോഴേ നമ്മളെ കാലിൽ നിന്ന് ബാള് പോകും. മിസ് പാസ് കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഗോൺസാലസ് ഒക്കെ നല്ലൊരു ചാൻസ് ആണ്, പക്ഷെ സ്പീഡില്ല. എലീറ്റിന് 4 സ്റ്റാർ ആയതുകൊണ്ട് തന്നെ കയറി വരാൻ പറ്റുന്നില്ല. ആന്റണി, ഇതോടെ ആന്റണി ഞാൻ മെയിൻ സ്ക്വാഡ് യൂസ് ചെയ്യുന്നുണ്ട്. RMF കാർഡ്, പച്ച കാർഡില്. അത് നൈസ് കാർഡാണ്. പക്ഷെ ബേസ് കാർഡ് ഈ 4 സ്റ്റാർ കാർഡും കൊള്ളാം കേട്ടോ. ഓക്കെ. ഓ, അതൊരു പെനാൽറ്റി ആണ്. വെറുതെ കൊണ്ട് കാല് വെച്ച് കൊടുത്ത് ഫോർലാന്. ഒരാവശ്യമില്ലായിരുന്നു. അത് അടിച്ച് പോസ്റ്റിലാണ് വീണു. നമുക്ക് ഇടത്തോട്ട് ചാടാം. ഓക്കെ, ഒരു സേവ് ഇട്ടിട്ടുണ്ട് ഗോൾ കീപ്പർ. കൊണ്ടിന്ന് ലക്ക് കുറവാണ് കേട്ടോ. അത് പോസ്റ്റിലുമായി, ആ പെനാൽറ്റി സേവ് ആയി. ഓപ്പോണന്റ് ചിലപ്പം കൊണാമി ചിലപ്പം നമ്മൾ ഈ ചെറിയ സ്കോട്ട് കളിക്കുന്നതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റിംഗ് അനുകൂലിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇത് 4 സ്റ്റാർ സ്കോഡ് ഇങ്ങനെ ഡിവിഷൻ മാച്ച് കളിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പൊ മിക്ക മാച്ച് ടഫ് തോന്നത്തില്ല, വലിയ ടഫ് തോന്നത്തില്ല. 4 സ്റ്റാർ മാത്രമല്ല, അത് 5 സ്റ്റാർ ആയിട്ടുള്ള ബേസ് കാർഡ് മാത്രം ഇട്ട് കളിക്കും. ഓക്കെ, ഗോൺസാലസ് ഒരു ചാൻസ് ആണ്. ഓഫ് സൈഡ് ആയിപ്പോയി. ഓണന്റ് എന്തായാലും നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് അടിക്കാൻ വേണ്ടി. കൊണാമിയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ലക്കും ഉണ്ട്. ലക്കല്ല, സത്യത്തിൽ സ്ക്രിപ്റ്റിങ്ങിന്റെ ഇതാണ്. കൊണാമി ചെറിയ സ്കോഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ്. വാൻവിസാക്ക എടുത്തിട്ടുണ്ട്. ആന്റണി, വാൻവിസാക്ക ഒരു ത്രൂ വെക്കാം. ആന്റണി, കമോൺ ആന്റണി. ആന്റണി വെട്ടിച്ചു പോ. അയ്യോ, നൈസായിട്ട് മാക്സിമം നോക്കി ആന്റണീനെ വെച്ച്. പക്ഷെ അപ്പോഴത്തേക്കും കൊണാമി വിസില് എടുത്തിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റിക്, റോബർട്ട്സൺ, കോസ്റ്റിക്, റോബർട്ട്സൺ.
ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. റോബർട്ട്സന്റെ 4 സ്റ്റാർ ആടാ. റോബർട്ട്സൺ ഇപ്പൊ 5 സ്റ്റാർ ആണ്. പണ്ട് വന്ന 4 സ്റ്റാർ ആടാണ്. ഈ ഒപ്പോണന്റ് അടിക്കുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഒപ്പോണന്റ് ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഒപ്പോണന്റ് മനസ്സിലായി ഡിഫൻസ് ഒന്ന് ടൈറ്റ്. ഒപ്പോണന്റ് അവിടെ ഫ്രീ ആണ്. പാർക്കിജീസ് ആണ്. ഒരു ക്രോസ് ആണ് ഒപ്പോണന്റ്. നമുക്ക് ക്ലിയർ ചെയ്ത് വിടാം എന്തായാലും. കോസ്പിക് നമുക്കൊരു അറ്റാക്ക് നോക്കാം. കോസ്പിക് ടു ഒരു ത്രൂ വെച്ച് നോക്കാം. ഗോളി വന്നിട്ടുണ്ട്. ഗോളി വന്ന് നല്ലൊരു പാസ്സായിരുന്നു റോബർട്ട്സൺ വെച്ചത്. ഫോർലാൻ പോലീസെ ഡിഫൻസ് നല്ല ടൈറ്റ് ആണ് കേട്ടോ. നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് മാച്ചപ്പ് ചെയ്ത് കളിക്കുന്നത്. ബാക്ക് വലിച്ച് കളിക്കുന്നതുകൊണ്ട് തന്നെ ഡിഫൻസ് നല്ല ടൈറ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. നല്ല അറ്റാക്ക് ആണ് ഒപ്പോണന്റിന്റെ. ഇതിൽ ലക്ക് മാത്രം പോരാ, നമുക്ക് കുറച്ചുകൂടി ടഫാണ് മാച്ച്. കുറച്ചുകൂടെ സ്കില്ലുണ്ടെങ്കിലേ കളിക്കാൻ പറ്റൂ. ഡിഫൻസ് ഒക്കെ ഇപ്പൊ ഗോൺസാൽസ് നല്ലൊരു ചാൻസ് ആണ്. കൊണ്ട് ടാക്കിൾ ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും. ഈ ടാക്ലിങ്ങിന്റെ ഇത് ഒരു സ്കാമുകളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ. ചില ടാക്കിളൊക്കെ അപ്പോൾ റെഫറി വിളിക്കത്തുമില്ല. അത് ബാളിലല്ലായിരിക്കും ടാക്കിൾ ചെയ്യുന്നത്. ഒപ്പോണിന്റെ വന്ന് പ്ലെയറിന്റെ കാലൊടിച്ചിടും. പക്ഷെ റെഫറി പറയും അത് ഫൗളല്ലെന്ന്. അങ്ങനെയാണ് ഗെയിം പ്ലേ മാറിയിട്ടുണ്ട്. ഒരു ഷോട്ട് എടുത്ത് നോക്കാം അവിടെ നിന്ന്. വീക്ക് ഫുട്ട് വെച്ചാ എടുത്തേ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ക്ലോസിനെ കൊണ്ടുവരാം. അവിടെ ഒരു ത്രോ സ്പെഷ്യലിസ്റ്റ് ആണ്. ത്രോ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരാം. എന്തെങ്കിലും ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്ത് ഒരു ഗോളും കൂടെ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. എലീറ്റ് ഇല്ല. എംബാപ്പിനൊക്കെ പ്രൈം എംബാപ്പയുടെ ഫീച്ചേർഡ് ആർഡിനെയൊക്കെ 4 സ്റ്റാർ വാൻബിസാക്ക തൂക്കിയിട്ടുണ്ട്. എംബാപ്പിനെ അവിടെ കൂട്ടിയൊക്കെയാണ് വാൻബിസാക്ക. വാൻബിസാക്കയുടെ ഒക്കെ അപ്പൊ ഫീച്ചേർഡ് കാർഡിന്റെ ഒക്കെ പവർ എത്രമാത്രം ഉണ്ടെന്ന് ഊഹിച്ചാൽ മതി. ഈ 4 സ്റ്റാർ കാർഡ് തന്നെ ഇത്രയും റേഞ്ച് കളിക്കുന്നുണ്ട്. ചില 4 സ്റ്റാർ കാർഡ് നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടും കേട്ടോ. ഒരു പിക്ക് ലെവൽ ചിലതൊക്കെ ഗ്ലിച്ച് കണക്കത്തെ ചില കാർഡ്സ് ഉണ്ട്. അങ്ങനത്തെ കാർഡ്സ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, നമുക്ക് കോസ്റ്റിക്കിന് വെച്ച് നോക്കാം. കോസ്റ്റിക് കമോൺ കോസ്റ്റിക് ഇല്ലല്ല. അവിടെ നമ്മള് ഒരു ഒപ്പോണ്ട് ചാൻസ് ആണ്. ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഒപ്പോണന്റിന്. നമ്മളെ കൊണാമി കനിയാണ് നമ്മള് രക്ഷപ്പെടണമെങ്കിൽ. അല്ലെങ്കിൽ കമാറ ഇടപെട്ട് ഒരു കോൺട്രാക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് സബുകൾ ഇറക്കാം. പാരഡസ് 3 സ്റ്റാർ ആണ് പാരഡസിന്റെ. പിന്നെ ഇതും 3 സ്റ്റാർ ആണ്. ഈ CB ഗോൺസാൽസിനെ മാറ്റേണ്ട ആൾക്കാരെ 3 സ്റ്റാർ ഇറക്കാൻ പറ്റില്ല. ഓക്കെ കാർണസേച്ചി നമ്മളെ വീണ്ടും ഒപ്പോണ്ടിന്ന് ഒരു എരണമില്ല കേട്ടോ. 3-ാം തവണയാണ് പോസ്റ്റ് കയറുന്നത്. എന്തായാലും ഈ കളി ഇനി ഒപ്പോണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലക്ക് ഉണ്ടായിരുന്നു കൂടെ. എന്തായാലും നമ്മൾ മാക്സിമം ഡിഫെൻഡ് ചെയ്ത് മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട്. എന്തായാലും 1-0 വലിയ വിജയമൊന്നും അല്ല. മാക്സിമം നമ്മൾ ഡിഫെൻഡ് ചെയ്ത് കളിച്ച് 2 ഷോട്ട് വന്ന് ടാർഗറ്റ് ചെയ്ത് ഗോൾ. ഫസ്റ്റ് തന്നെ ഗോൾ അടിക്കാൻ പറ്റി. അതും സെൻട്രലാണ് കേട്ടോ അടിച്ചു കയറ്റിയ. ഗോളി മധ്യത്തിൽ നിന്ന് സൈഡ് പോലും അല്ല കണ്ട. ഗോളി ആക്ഷൻ ചാടുന്നുണ്ടെങ്കിൽ ചാടുന്നു ലാസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം. കൊണാമിയുടെ ഒരു ഇതാണ്, ഒരു കൊണാമി കഞ്ഞതാണ് നമ്മളെ സത്യത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോള് കയറാൻ ഒരു വഴിയും ഇല്ല. പിന്നെ ബോർജൻ ക്രിക്കിന്റെ ഒരു ഷോട്ട് അത് സേവ് ചെയ്തു കാർണിസെച്ചി എന്ന് പറഞ്ഞ കീപ്പർ. ഇത് 4 സ്റ്റാർ ഇപ്പൊ 4 സ്റ്റാർ അല്ല. ഇതിന്റെ നല്ല കാർഡുകളൊക്കെ ഫീച്ചേർഡ് കാർഡൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ 5 സ്റ്റാർ ആണ് തോന്നുന്നത്. ഇപ്പൊ ബേസ് നോക്കിയില്ല. ഫോർലാൻഡ് ഒരു ഷോട്ടായിരുന്നു. ഫോർലാൻഡിന്റെ ഷോട്ട് പോസ്റ്റിലും തട്ടി അത് പെനാൽറ്റിയും കിട്ടിയോ പോണ്ടിന്. അതാണ് ആവശ്യമില്ലാതെ ടാക്കിൾ ചെയ്ത് പെനാൽറ്റി കയറി. എന്നാലും നമ്മള് റൈറ്റ് ആയിട്ട് ഗസ് ചെയ്ത് നമ്മളെ കാർണിസെച്ചി നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. അടുത്തത് ഒലീസിന്റെ ഒരു ഷോട്ട്. ഇത് കമാറ 4 സ്റ്റാർ ആങ്കർമാൻ ആണ്. ആസ്റ്റൺ വില്ലയുടെ പ്ലെയർ ആണ്. അടുത്ത എംബാപ്പയുടെ ഒരു ഷോട്ട്. എംബാപ്പി അടിച്ചത് പോസ്റ്റിലായി പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.